നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട കൊലപാതക കേസിൽ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. വിനയകുമാർ, മോഹൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. CISF വകുപ്പുതല അന്വേഷണവും പ്രഖ്യാപിച്ചു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളെടുക്കും. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുജ്തബ, ഈ സസ്പെൻഷൻ കൊണ്ട് കാര്യങ്ങൾ തീർന്നുവെന്ന് കരുതാമോ? അമൃത, ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്താണ് വളരെ വലിയ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തിന്റെ അന്വേഷണം സമാന്തരമായി തന്നെ നടക്കുന്നത്. ഓൾറെഡി പോലീസ് കേസെടുത്ത് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും മറ്റു നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതുമായി CISF പൂർണ്ണതോതിൽ സഹകരിക്കും എന്നീ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ ദാരുണമായ സംഭവത്തിൽ, ദൗർഭാഗ്യകരമായ സംഭവത്തിൽ 2 CISF ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ഗൗരവം തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഈ 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഒരു സമിതി ഒരു ആഭ്യന്തര അന്വേഷണം നടത്തും, വകുപ്പുതല അന്വേഷണം നടത്തും. അത് വളരെ കൃത്യമായ സമയബന്ധിതമായ അന്വേഷണമായിരിക്കും. അതിനുള്ളിൽ പൂർത്തിയാക്കി ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ എടുക്കുക. ഇപ്പോൾ താൽക്കാലികമായി ഇമ്മീഡിയറ്റ് എഫക്റ്റായി അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ചെന്നൈ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള എയർപോർട്ടിന്റെ ദക്ഷിണ മേഖല ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ചെന്നൈയുടെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ R. പൊന്നി IPS അറിയിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന ഏത് അന്വേഷണത്തോടും പൂർണ്ണമായും CISF സഹകരിക്കുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അമൃത. ശരി, അഹമ്മദ് മുജ്തബയാണ് വിവരങ്ങൾ നൽകിയത്.